യാത്രാക്ലേശം പല റൂട്ടുകളെയും സാരമായി ബാധിച്ച സാഹചര്യത്തിൽ പുതിയ ട്രെയിൻ എന്ന ആവശ്യം പല ജില്ലകളിൽ നിന്നും ശക്തമാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിന് പുതിയ ട്രെയിനുകളൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് റെയിൽവേയുടെ നിലപാട്. കേരളത്തിലൂടെ ഓടിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ ട്രെയിനുകൾ ഇപ്പോൾ ഓടിക്കുന്നുണ്ടെന്നും റെയിൽവേ അധികൃതർ പറയുന്നുണ്ട്. പാതകളുടെ ഉപയോഗം സംസ്ഥാനത്ത് 120% എത്തിയിരിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. കേരളത്തിൽ മൂന്നാം പാത യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. കണ്ണൂർ അല്ലെങ്കിൽ കാസർഗോഡ് ഒരു യാർഡെങ്കിലും നിർമ്മിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് നടപ്പിലാകാതെ പുതിയ ട്രെയിൻ വേണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ട്രെയിനുകൾ പരമാവധി വേഗത കൈവരിക്കുമ്പോൾ കേരളത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണുള്ളത്. യാർഡിന്റെ അഭാവം കാരണം കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താനും കഴിയുന്നില്ല എന്നാണ് അധികൃതരുടെ വാദം. കേരളം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണെന്നും പുതിയ പാത നിർമ്മിക്കാൻ അവിടെ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന കാര്യം ഉറപ്പിക്കാനാകില്ല എന്നും മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇതേക്കുറിച്ച് ദക്ഷിണ റെയിൽവേ കേരള സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നില്ല എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. പാത ഇരട്ടിപ്പിക്കൽ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ കേരളം സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തത് കാരണം കാലതാമസം വരുന്നുണ്ട്. കായംകുളം ആലപ്പുഴ എറണാകുളം പാതയുടെ ഇരട്ടിപ്പിക്കൽ ഇനിയും പൂർത്തിയായിട്ടില്ല. സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെയുള്ള പാത ഇരട്ടിപ്പിക്കലും ഇനിയും പൂർത്തിയായിട്ടില്ല. കേരളത്തിലെ യാത്രക്കാർ യാത്രാ ദുരന്തത്തിൽ വലയുമ്പോഴാണ് പുതിയ ട്രെയിൻ അനുവദിക്കില്ല എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിലാണ് യാത്രാക്ലേശം അതിരൂക്ഷമായി തുടരുന്നത്.